നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലിയൻ ബ്രെയിൻ മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അമ്പലത്തിൽ അഴിഞ്ഞാടുന്നവർ. അമ്പല പരിസരത്തിന് ചുറ്റും ഇതുപോലെ അഴിഞ്ഞാടുന്നവർ പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചോ അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടിയുള്ള ഒരു ഉത്സവത്തിന് വെച്ചോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങളിൽ വെച്ചോ അഴിഞ്ഞാടുന്ന ആൾക്കാർ മുൻപ് ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അമ്പലത്തിൽ റെഗുലറായി പോകുന്ന ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ അമ്പലവും അതിന് ചുറ്റിയുള്ള ഐതിഹ്യങ്ങളും പുരാണങ്ങളിലും അതിൻ്റെ ചിട്ടാവട്ടങ്ങളിലെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കുറ്റം ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് കുറ്റം ചെയ്യുന്നവരെ അനുവദിക്കുന്നവരും കുറ്റം ചെയ്യുന്നവരെ ആസ്വദിക്കുന്നവരും കുറ്റം ചെയ്യുന്നവരെ ആ പരിസരത്ത് കുറ്റം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നവരൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ. അഴിഞ്ഞാടുന്ന ആൾക്കാർ ഇതിനു മുന്നേ അഴിഞ്ഞാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റീൽസിലൂടെ അവരുടെ പല അഴിഞ്ഞാട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഫംഗ്ഷൻ, ഓപ്പണിംഗ് ഫംഗ്ഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ചില ഫംഗ്ഷൻസിന് അവരെ ഗസ്റ്റുകളായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അവിടേക്ക് വരുന്നത് തന്നെ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശരീരം പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഒരു അഭിമാനമായി യുവതലമുറയ്ക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഭയാനകമായ കാര്യമാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വ്യഭിചരിക്കണം, വേശ്യാവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് നടത്തണം എന്നുള്ള ജന്മനാ ഒരു ചിന്തയുള്ള ഒരാളെ ഞങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പണ്ട് ആരോ പറഞ്ഞു കേട്ട പോലെ, ഒരു പെണ്ണ് ചീത്തയാവണമെന്ന് ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ 7 മല 7 കടൽ താണ്ടി എവിടെയും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാൽ പോലും ദൈവം തമ്പുരാനാണെങ്കിലും അവൾ ചീത്തയാവുന്നത് തടയാൻ കഴിയില്ല എന്ന് ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരാൾ തെറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യണമെന്ന് അയാളുടെ ആഗ്രഹമാണെങ്കിൽ അവർ അത് ചെയ്യുക തന്നെ ചെയ്യും. സോ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടി വരുന്നു എന്നുള്ളൊരു ഭയാനകമായൊരു സിറ്റുവേഷനാണ് എന്നൊരിക്കലും പറയരുത്. തെറ്റ് ചെയ്യുന്നവർ ഇത് എല്ലാ കാലത്തും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. തെറ്റ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നട്ടലില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നവർ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കോമൺ ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് ഏരിയയിലോ പബ്ലിക് ഏരിയയിലോ അത് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അന്ന് അവർക്ക് നട്ടിലുണ്ടായിരുന്നു. തന്തയ്ക്ക് ജനിച്ചവന്മാരെ പോലെ കാണിക്കാനുള്ള ഒരു യോഗ്യത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ പബ്ലിക്കായിട്ട് തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിച്ച് അത് തെറ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള നട്ടിൽ അവർക്കുണ്ടായിരുന്ന കാരണം തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പേഴ്സണൽ സ്പേസിൽ മാത്രമേ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അവർ പബ്ലിക് സ്പേസസിൽ അത് ഒരിക്കലും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ നല്ലത് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക്, തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്പേസിലെങ്കിലും അത് ചെയ്യരുത് എന്ന് പറയാനുള്ള നട്ടെല്ലും ആണത്വവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഭയാനകമായ ഇഷ്യൂ ആയിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. സോ ഈ അമ്പലത്തിൽ അഴിഞ്ഞാടുക എന്ന് പറയുന്നത്, അതിൽ 2 വ്യക്തികളാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങിക്കൂട്ടിയവർ. അതിൽ മുഖ്യമായ ഒരാൾ അന്നാരാജൻ. അന്നാരാജൻ പണ്ട് മുതലേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാളായത് കാരണം എങ്ങനെയാണ് സെലിബ്രിറ്റി ആയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം ശരീരം അത് വികല്പമായി പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അന്നാരാജൻ ആയിക്കോട്ടെ. അതിന് മുന്നേ വേറൊരു പെണ്ണുണ്ട്, ഈ ബോബി ചമ്മന്നൂരുടെ പ്രശ്നത്തിലെല്ലാം പെട്ട ഹണി റോസ്. ആ പെണ്ണും എല്ലാവരും ഫേമസ് ആയത് അങ്ങനെ തന്നെ. ഇടയ്ക്ക് വേറൊരു ചളക്ക് കൂടി വന്നിരുന്നു, അത്ര ഫേമസ് ആയില്ല. ഇവർ റീൽസിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആ റീൽസിൽ ചെയ്യുമ്പോൾ തന്നെ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ചെയ്യുന്നതിന് അവരെ ഫലമായി അന്ന് തന്നെ എതിർത്തിരുന്നുവെങ്കിൽ ഇവർ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്ക് വരുന്ന സമയത്തോ ഇങ്ങനെ വികല്പമായി ഡ്രസ്സ് ചെയ്ത് വരുന്ന സമയത്ത് അവർ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള നട്ടല് ഇത് ചെയ്യാത്ത, ഈ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യാത്ത ആണായിട്ട് പെണ്ണായിക്കോട്ടെ, അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അമ്പലം പരിസരത്ത് വന്ന് ഇതുപോലെ അഴിഞ്ഞാടാനുള്ള ധൈര്യം അവർക്കൊരിക്കലും വന്നിട്ടുണ്ടാവില്ല. ഇതേ കാര്യം ഒരു പള്ളിയിൽ വെച്ചോ, ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിക്ക് പരിസരത്തിൽ വെച്ചോ ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വേറെ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ഇത് എത്രത്തോളം എതിർത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇതെല്ലാം അംഗീകരിക്കുന്ന ആൾക്കാർ കൂടി വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇതൊന്നും അംഗീകരിക്കാത്ത ആൾക്കാർക്ക് അത് എതിർത്ത് പറയാനുള്ള നട്ടലില്ലാതെ ആയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹിന്ദുവായി ഇരിക്കുക എന്നുള്ളത്, മതേതരമായി ഇരിക്കുക എന്നുള്ളതിൽ ഉപരി ഹിന്ദുവായി ഇരിക്കുക എന്നുള്ളത് നട്ടില്ലാത്തവനെ ഇരിക്കുക എന്നുള്ള ഒരു ധാരണയിലേക്ക് ഹിന്ദു റിലീജിയൻ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ മാറിക്കൊണ്ട് വരുന്നു എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അമ്പല നടയിൽ വെച്ച് ഇത് ചെയ്യുന്ന കാര്യം. എന്തുകൊണ്ട് ഇതിൽ റിലീജിയനെ വലിച്ചിഴക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു റിലീജിയസ് പ്ലേസിൽ വെച്ച് പോലും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്നാരാജൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം റീൽസിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള പബ്ലിക് സ്പേസിലോ ആണ്. റീൽസിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ
വീഡിയോകൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് പറയാൻ കഴിയും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളത് കാണണ്ട എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മളവിടെ പറയാൻ കഴിയും. പക്ഷേ പബ്ലിക് സ്പേസിൽ വെച്ച് അവർ വികല്പമായി ഡ്രസ്സ് ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വീർപ്പിച്ച് കാണിക്കുന്ന രീതിക്കുള്ള ഡ്രസ്സിംഗ് എല്ലാം ചെയ്ത് അവർ വരുന്ന സമയത്ത് പബ്ലിക് സ്പേസിൽ ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്തോ അവർ ചെയ്യുന്നത് വേശ്യാവൃത്തിക്ക് തുല്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും അത് പിന്നീട് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുണ്ടാവില്ല. ഇത് പച്ചയ്ക്ക് വേശ്യാവൃത്തി തന്നെയാണ്. സ്വന്തം ശരീരം കാണിച്ച് അതിന് മൂലം ബാക്കിയുള്ളവർക്കൊരു മെൻ്റൽ പ്രഷർ, ഫിസിക്കൽ പ്രഷർ തന്നെ ആവണമെന്നില്ല, ഒരു മെൻ്റൽ പ്രഷർ കൊടുത്ത് അതിന് മൂലം കാശുണ്ടാക്കുക എന്നുള്ളത് പച്ചയ്ക്ക് വേശ്യാവൃത്തി തന്നെയാണ്. അത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇനാഗ്രേഷനല്ലേ പോകുന്നത്, അവിടേക്കല്ലേ പോകുന്നത്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരിക്കലും പറയാനുള്ള യോഗ്യത ഇവർക്കില്ല. സാധാരണ ഇനാഗ്രേഷന് പോകുമ്പോൾ നോർമലി ഡ്രസ്സ് ചെയ്ത് പോകുന്നതും പർപ്പസ്ഫുള്ളി അത് എക്സ്പോസ് ചെയ്ത് കാണിക്കണം എന്നുള്ളതിന് വേണ്ടി ഡ്രസ്സ് ചെയ്ത് പോകുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രം നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക് സ്പേസിൽ അത് പ്രദർശിപ്പിച്ച് അതിന് മൂലം നിങ്ങൾക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്ത് കാശ് കൂടുതൽ വാങ്ങുക എന്നുള്ളത് ഇറ്റ്സ് പ്യൂർലി പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിലൊന്നും ഒരു മാറ്റവുമില്ല. ഈ അന്നാരാജൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹണി റോസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യത്തിന് ഉപരിയല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചാണ്, ഫുള്ളി എക്സ്പോസ്ഡ് അല്ലെങ്കിലും പാർഷ്യലി എക്സ്പോസ്ഡ് ചെയ്തിട്ടാണ് അവർ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഇറ്റ്സ് നത്തിങ് ഡിഫറെൻറ്റ് ഫ്രം പ്രോസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിനെ അവിടെ വെച്ച് തന്നെ നമ്മളെല്ലാവരും എതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് അവർ അമ്പലനടയിൽ വെച്ച് ഇത് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചിരിക്കില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾ, ബാക്കിയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവിടെ വീഡിയോ എടുത്ത ഒരു വീഡിയോഗ്രാഫറെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. അവൻ ചെയ്തത് തെറ്റായിരിക്കാം. ഇന്നും ഇത്തരത്തിലുള്ള ഒരു റിലീജിയസ് പ്ലേസസിൽ വന്നിട്ട് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ തെറ്റായിട്ട് വീഡിയോ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അവൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ അവൻ എടുക്കാൻ വേണ്ടി എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സ്ത്രീയെ എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്നല്ല, എന്തുകൊണ്ട് അവർ തെറ്റുകാരാവുന്നില്ല. ഒരു അമ്പലത്തിൻ്റെ പരിസരത്തിൽ അമ്പലത്തിന് വേണ്ടി നിങ്ങളൊരു നൈവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വൃത്തികേട് കാണിക്കുന്നതെങ്കിൽ ആ ചെയ്യുന്ന സ്ത്രീയുടെ മനോസ്ഥിതി എത്രത്തോളം കേവലമായ, എത്രത്തോളം നികൃഷ്ടമായ ഒരു മനോച്ഛാശക്തിയായിരിക്കണം അവർക്ക് ഉണ്ടായിരുന്നിരിക്കേണ്ടത്. എല്ലാ സ്ത്രീകൾക്കും അവരുടെ മാരടങ്ങൾ എങ്ങനെ ആണുങ്ങൾക്ക് കാമം തൂണ്ടാവുന്ന ഒരു അവയവമാണ് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാറുമറിക്കുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാറുമറിക്കാൻ വേണ്ടി സ്ത്രീകൾ പോരാട്ടം നടത്തിയത്, നേടിയെടുത്തത്, അത് അത്തരത്തിലുള്ളൊരു അവയവമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്ന സമയത്തോ തിരിഞ്ഞു നിൽക്കുന്ന സമയത്തോ നിങ്ങളുടെ ഡ്രസ്സ് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ രീതിക്ക് അത് ഡ്രസ്സിൻ്റെ അവസ്ഥ മാറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പെണ്ണിൻ്റെ കൈ ഓട്ടോമാറ്റിക്കലായിട്ട് പോയി അത് മാറ്റും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കൾച്ചർ അനുസരിച്ച് സ്ത്രീകൾ അത് സാധാരണ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാതെ കുഞ്ഞു നിൽക്കുന്നതും നിവർന്നു നിൽക്കുന്നതും അത് കാണണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്ത് കാണിക്കുന്ന ആ വൃത്തികേട് ഒരു അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് ആ സ്ത്രീ ചെയ്യണമെങ്കിൽ എത്രത്തോളം വൃത്തികെട്ട സ്ത്രീ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആലോചിക്കും. അവരുടെ മൈൻഡ് സെറ്റ് നോക്കും. അമ്പലത്തിൽ പോലും വേശ്യാവൃത്തി ചെയ്യാൻ മടിയില്ലാത്ത ഒരു വൃത്തികെട്ട നികൃഷ്ട ജീവികളാണ് ഇവരൊക്കെ എന്നുള്ളത് നട്ടലിനോട് പറയാനുള്ള ധൈര്യം ആണുങ്ങൾക്കും ഉണ്ടാവണം. ആണും പെണ്ണും കെട്ടവന്മാരാണ് ഇത് പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗം നിൽക്കാനോ ശ്രമിക്കുക. ആണുങ്ങളായാൽ തെറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് തന്നെ പറയും. ഒരു വേശ്യയെന്ന് പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ വേശ്യാവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് അറിയുന്ന സമയത്ത് അത് പറയാൻ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവരെ പോലെയുള്ളവർ അമ്പലത്തിൽ പോയി ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കി പടയിൽ വെക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് കാഴ്ചവെക്കുന്ന ആ നൈവേദ്യം എന്ന് പറയുന്നത് തെരുവിലെ നായ തിന്നുന്ന ക്കാളും വില കുറഞ്ഞ സാധനമാണ് എന്നുള്ളതാണ് സത്യം. ഇവർ വയ്ക്കുന്ന ആ നിവേദ്യം ദൈവം ഏറ്റെടുത്തെങ്കിൽ അത് ദൈവമായിരിക്കില്ല, അത് ചെകുത്താനേ ആയിരിക്കുകയുള്ളൂ. അതാണ് സത്യം. ഇപ്പം അന്നാരാജൻ മാത്രമല്ല, വേറൊരു സ്ത്രീയുടെ കൂടെ ഞാനൊരു വീഡിയോ കണ്ടു. അത് അവർ അമ്പല പരിസരത്തല്ല, മറിച്ച് അവരുടെ വീട്ടിന് മുന്നിലാണ് അവർ പൊങ്കാലയിടുന്നത്. പൊങ്കാലയിടുന്ന സമയത്ത് അവർക്കറിയാം ക്യാമറാമാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അവർ ഏർപ്പാടാക്കി ക്യാമറാമാൻ ആണെന്ന് തോന്നുന്നു. അവർക്കറിയാം അവരുടെ മാറാപ്പ് ഒരു സൈഡ് മാറിയിട്ടുണ്ട്. കുനിയുന്ന സമയത്ത് എല്ലാം കാണും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും ആ പൊസിഷനിലാണ് ക്യാമറാമാനെ നിർത്തിക്കൊണ്ട് അവരത് ചെയ്യുന്നതും കുനിഞ്ഞു നിൽക്കുന്നതും. തൻ്റെ ക്ലീവേജ് കാണണം എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ വേണമെന്ന് വെച്ച് കുനിയുന്ന സമയത്ത് ക്ലീവേജ് കാണാതിരിക്കാൻ സ്ത്രീകൾ വലതുവശം ഇങ്ങനെ മുകളിലേക്ക് കയറ്റി മാറാപ്പ് ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. സാധാരണ സ്ത്രീ അങ്ങനെ ചെയ്യുക. പക്ഷേ ഇവർ ചെയ്യുന്നത് ഇടതുവശം ഇടുപ്പ് കാണാതിരിക്കാനാണ് മറയ്ക്കുന്നതല്ലാതെ ക്ലീവേജ് മറയ്ക്കാനുള്ള ഒരു ഇതും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർ സാരിയുടെ മാറാപ്പ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ആ ക്ലീവേജ് കാണണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ തൻ്റെ ശരീര
ശരീരം പ്രദർശിപ്പിച്ച് അതുമൂലം ആൾക്കാരെ നേടിയെടുക്കണം, ആൾക്കാരുടെ ലൈക്ക്നെസ് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന പെണ്ണിൻ്റെ മനസ്ഥിതി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിനെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അതൻ മൂലം മോണിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ മോണിറ്ററിക്ക് തുല്യമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ വേറൊരാൾക്ക് തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചോ അല്ലെങ്കിൽ അത് കൊടുത്തോ, മറ്റുള്ള ആൾക്ക് കാമം തൂണ്ടിയോ അല്ലെങ്കിൽ കാമത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തോ, അതൻ മൂലം കാശോ പണമോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ നേടിയെടുക്കുന്ന ആ ഡീഡിനെ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ആ മനോചിന്താഗതിയെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കണക്ക് കൂട്ടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്, ഇവർ മാത്രമല്ല, ശരീരം പ്രദർശിപ്പിച്ച് റീൽസിലൂടെ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ എവിടെ വെച്ചും ശരീരം പ്രദർശിപ്പിച്ച് അതൻ മൂലം ലൈക്കോ ഷെയറോ നേടിയെടുക്കണം ആഗ്രഹിക്കുന്ന ഏത് പെണ്ണ് ചെയ്യുന്നതും പച്ച വേശ്യാവൃത്തിയാണ്. ആ സ്ത്രീ വേശ്യയ്ക്ക് തുല്യ തന്നെയാണ്, ആ സ്ത്രീ വേശ്യ തന്നെയാണ്. ഇവർ ചെയ്യുന്നത് വേശ്യാവൃത്തിയാണ്. ഈ വേശ്യകളെ അവർ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ ആ വേശ്യാവൃത്തി ചെയ്യുന്ന സമയത്ത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് പിന്നീട് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ അത് അവിടെ പറയാതെ അവർ ചെയ്യുന്ന വേശ്യാവൃത്തി ഡിജിറ്റൽ മീഡിയയിൽ ചെയ്യുന്നത് അവിടുന്ന് അവർ ഒന്നും പറയാതെ മാറി നിന്നത് കൊണ്ടാണ് അവർക്ക് അമ്പലനടയിൽ വെച്ച് തന്നെ ഒരു ഉളുപ്പമില്ലാതെ ഈ വേശ്യാവൃത്തി ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത്. അമ്പലനടയിൽ വെച്ച്, അമ്പലത്തിൽ ദൈവത്തിന് നൈവേദ്യം പടയ്ക്കുന്ന സമയത്ത്, അത് ഉണ്ടാക്കുന്ന സമയത്ത് പോലും കുനിഞ്ഞു നിന്നും നിവർന്നു നിന്നും തൻ്റെ മാറിടങ്ങളുടെയോ അല്ലെങ്കിൽ മൃഷ്ടങ്ങളുടെയോ ആ വീർപ്പും വലിപ്പവും കാണിച്ച് ക്ലീവേജ് കാണിച്ച് ആണുങ്ങളെ ത്രസിപ്പിച്ച് അവിടെ പോലും അമ്പലത്തിൻ്റെ നടയിൽ പോലും ഈ വേശ്യാവൃത്തി ചെയ്യാനുള്ള ധൈര്യം അവർ കാണിക്കണമെങ്കിൽ എത്രത്തോളം വൃത്തികെട്ട വേശ്യയുടെ മനോനിലയിലായിരിക്കണം അവരുണ്ടാവേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെ ആവണം. ഇവരെല്ലാം മുഖത്ത് നോക്കി വേശ്യ തന്നെയാണെന്ന് പറയാൻ ഒരിക്കലും മടിക്കരുത്. അങ്ങനെ മടിക്കുന്ന നട്ടലില്ലാത്ത ആണും പെണ്ണും കെട്ട ശപ്പന്മാർ കേരളത്തിൽ കൂടി വരുന്നത് കൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസം പറഞ്ഞുള്ള നാറികൾ, വേശ്യയെ പോലും അമ്മയ്ക്ക് തുല്യമായി സ്നേഹിക്കുന്ന മാനം കെട്ട ഉളുപ്പില്ലാത്ത നാറികൾ വളരുന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ വേശ്യാവൃത്തി ഓപ്പനെ കാണിച്ച് പോൺ സിനിമ എടുത്തിട്ട് പോലും ധൈര്യമായിട്ട് വെളിയിലിറങ്ങി നടക്കാൻ ആൾക്കാർക്ക് ധൈര്യം വരുന്നത്. അതിന് കാരണം നട്ടലില്ലാത്ത ആണും പെണ്ണും കെട്ടവന്മാർ ഇന്ന് കേരളത്തിൽ കൂടുന്നതാണ് കാരണം എന്നുള്ളതാണ് സത്യം. അല്ലാതെ അമ്പലത്തിൽ അഴിഞ്ഞാടുന്നവർ കൂടുന്നു എന്നുള്ളതല്ല. അമ്പല പരിസരത്തും അമ്പലത്തിൽ വെച്ചും തെറ്റ് ചെയ്യുന്നവരും പണ്ടും ഉണ്ടായിട്ട്, രാമൻ്റെ കാലം മുതലേ തന്നെ വേശ്യകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്നല്ല, ലോകം മുഴുവനും വേശ്യകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തും ഈ റീസെൻറ്റ് ടൈംസ് വരെ, ഈ 2000 അല്ലെങ്കിൽ 2010 വരെയാണെങ്കിലും, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള ആ സംവിധാനങ്ങൾ തുടങ്ങുന്ന കാലഘട്ടം വരെയാണെങ്കിലും, ഒരു പെണ്ണ് മീഡിയയിലാണെങ്കിലും ഡിജിറ്റൽ മീഡിയയിലാണെങ്കിലും തനിച്ചാണെങ്കിലും ചെയ്യുന്നത് വേശ്യാവൃത്തിയാണെങ്കിൽ അവൾ വേശ്യ എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള നട്ടെല്ലാം ആണുങ്ങൾക്കുണ്ടായിരുന്നു, സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് അതെല്ലാം ചെയ്യുന്നത് പേടിയായിരുന്നു. ഒരു 10-15 വർഷത്തിന് മുന്നേ നിങ്ങൾക്കൊരു പോൺ വീഡിയോ കാണണമെങ്കിൽ പോലും ആരെങ്കിലും എവിടെയെങ്കിലും ഒളി ക്യാമറ വെച്ച വീഡിയോ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കുടുംബത്തോടെ ഇരുന്ന് പോൺ വീഡിയോ എടുക്കുകയും അത് ധൈര്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടിക്കൊടുപ്പക്കാരന്മാരും വേശ്യകളും കേരളത്തിൽ തന്നെ കൂടി വരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള കാരണം അമ്പലത്തിൽ അഴിഞ്ഞാടുന്നവർ മാത്രമല്ല, അഴിഞ്ഞാടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ആണും പെണ്ണും കെട്ട ചപ്പന്മാരും കൂട്ടിക്കൊടുപ്പുകാരന്മാരും കൂടിയാണ് എന്നുള്ളതും മനസ്സിലാക്കണം. ഇതിൽ ആണുങ്ങൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളെയും കുറ്റം പറയണം. മര്യാദ നടക്കുന്ന പെണ്ണുങ്ങൾ ഇത് ഓപ്പണായി എതിർക്കുക തന്നെ വേണം. നിങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്ന സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് നടക്കാത്ത, ഇതുപോലെ വേശ്യാവൃത്തി ചെയ്യുന്ന, തുണിയഴിച്ച് കാണിക്കുന്ന തേവിടിച്ചുകളെ ധൈര്യമായിട്ട് വേശ്യകൾ തന്നെയാണ് എന്ന് പറയാനുള്ള നട്ടെല്ല് സ്ത്രീകൾക്കും ഉണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് നാളേക്ക് മര്യാദ കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള വേശ്യകളെ നിങ്ങളൊന്നും പറയാതെ പോകുന്ന സമയത്ത് നാളേക്ക് നിങ്ങൾ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്കും വേശ്യകൾക്കും വ്യത്യാസമില്ലാതെ ആവും. മര്യാദയ്ക്ക് നടക്കുന്ന പെണ്ണുങ്ങൾക്കും വേശ്യകൾക്കും വ്യത്യാസമില്ലാതെ ആവും. അങ്ങനെ വ്യത്യാസമില്ലാത്ത ഒരു കാലഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ലാതായി പോകും. മര്യാദയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് മര്യാദയും നിങ്ങളുടെ ജീവിതത്തിനുള്ള വിലയും കിട്ടണമെങ്കിൽ വേശ്യകളെ വേശ്യകളാണ് എന്ന് പറയാനുള്ള ധൈര്യവും ഊർജ്ജവും നട്ടെല്ലും നിങ്ങൾ കാണിച്ചു തന്നെ ആവണം. അല്ലാതെ ഈ അമ്പലത്തിൽ അഴിഞ്ഞാടുന്നവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ കൃത്യമായി പറയേണ്ട ആവശ്യം, അമ്പലത്തിൽ പോലും അഴിഞ്ഞാടാനുള്ള ധൈര്യം ഇവർക്ക് വന്നു തുടങ്ങി എന്നുള്ളത് നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ്. അമ്പലനടയിൽ, അമ്പലത്തിൽ ദൈവത്തിന് നൈവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് പോലും തൻ്റെ തുണിയുടെ ഇടം മാറ്റി ക്ലീവേജ് കാണിച്ചോ, ഇടുപ്പ് കാണിച്ചോ അല്ലെങ്കിൽ ഭൃഷ്ടം കാണിച്ചോ, ദൈവത്തിന് അടയിൽ വെച്ച് പോലും ശരീരം പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കാനുള്ള ഉളുപ്പില്ലായ്മ ഇവരിൽ കൂടി വരികയാണ് എന്നും ഇത്തരത്തിലുള്ള വൃത്തികെട്ട വേശ്യകളെ എതിർക്കുക തന്നെ വേണമെന്നും
എന്നുള്ളത് കേരളം മനസ്സിലാക്കി തന്നെ ആവണം. ഇത് മറ്റുള്ള മതങ്ങളിൽ ഒരിക്കലും സംഭവിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ആണും പെണ്ണും കെട്ട ഹിന്ദുക്കളും മനസ്സിലാക്കണം എന്നുള്ളതും ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം ഹിന്ദുക്കളിൽ നട്ടലില്ലാത്ത ആണും പെണ്ണും കെട്ട ചപ്പന്മാർ കൂടുന്നതിൻ്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള വേശ്യകൾ അമ്പലനടയിൽ വെച്ച് ഈ തെണ്ടിത്തരം കാണിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുക. മന്നാരാജനെ പോലെയുള്ള ഒരു പെണ്ണിന് സ്വന്തം മാരടങ്ങളുടെ വലിപ്പം അറിയാത്തതൊന്നുമല്ല. അവരുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞിട്ടും അവർ അമ്പലനടയിൽ വെച്ചും അത് അവർ ചെയ്യണമെങ്കിൽ അവൾക്ക് എത്ര തിമിരുണ്ടാവണം, അവർക്ക് എത്ര ഒരു വൃത്തികെട്ട മനോസ്ഥിതി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഇതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ കൂടി കണ്ടു. ആ വീഡിയോയിലും അവർ ഇതേപോലെ തന്നെയാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. അതേ വീഡിയോയിലും ഒരു അമ്പലത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് ബാക്കിൽ നിൽക്കുന്ന ഒരു നടി അവർ പറയുന്ന സമയത്ത് വേറെ ആരോ പറയുന്ന സമയത്താണ് അവർക്ക് ബോധം തന്നെ വരുന്നത് ക്ലീവേജ് മറയ്ക്കണം എന്നുള്ള കാര്യം. അപ്പോഴും കുറുകെ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ആ മാറാപ്പ് നീക്കാതെ ബാക്കിൽ നിന്ന് ആ മാറാപ്പ് എടുത്ത് മുന്നിലേക്ക് പൊതിയാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാതെ മറിക്കാൻ സാധാരണഗതിയിൽ മറിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും, ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന മുൻഭാഗം തന്നെ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ടായിരിക്കും മറയ്ക്കുക. സോ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കവേർഡ്. അത് പെട്ടെന്ന് താഴെ വരില്ല. പക്ഷെ അത് ചെയ്യാതെ ബാക്കിൽ നിന്ന് മാറാപ്പ് എടുത്ത് മുന്നിൽ കൂടെ പൊതിയാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആ മറ്റൊരു സ്ത്രീ അതുപോലെ പൊങ്കാലയ്ക്ക് ചെയ്ത വേറൊരു താരം, റീൽസ് താരം, അവരും അത് തന്നെയാണ് ചെയ്യുന്നത്, ക്ലീവേജ് കാണിക്കുക. അവർ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആ ക്ലീവേജ് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതേ സ്വന്തം മാരടങ്ങളുടെ വലിപ്പവും വീതിയും കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട വേശ്യവൃത്തിയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കലിടുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വേശ്യയുടെ മനോസ്ഥിതിയുള്ള സ്ത്രീകൾ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള വേശ്യകളെ നിങ്ങൾ എതിർത്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ അഴിഞ്ഞാടുക മാത്രമല്ല, അമ്പലനടയെ അവർ വേശ്യാലയങ്ങളാക്കാൻ വരെ ഇവർ മടിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് യു ആർ ട്രൂ ഹിന്ദു, ഫൈറ്റ് ഫോർ ദിസ്. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.